ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ടിക്കറ്റ് ഉറപ്പിക്കാനുള്ള ആദ്യ ചുവടാണ്. പോർക്കളത്തിൽ പോരിനിറങ്ങുന്നത് പാരീസും ബയേണുമായതുകൊണ്ട് തന്നെ അതിന്റെ മട്ടുംഭാവും ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ക്ലോക്കിലെ സൂചികൾ 90 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞത് 1-2 ഗോളുകളല്ല, 9 ഗോളുകൾ. പാരീസിലെ തണുത്ത രാത്രിയിൽ കത്തിജ്വലിക്കുന്ന ജോല പോൽ ചൂട് പടർത്തി പോരാടാനായിരുന്നു കൊമ്പനിയും എൻട്രിക്കും തന്റെ പടയാളികളെ കളത്തിലേക്ക് ആനയിച്ചത്. 58 മിനിറ്റിൽ ഡെംബലെ ഗോൾ ലൈൻ ഭേദിച്ചതോടെ ആ തട്ടകത്തിൽ കയറി നെരുങ്ങിയവരുടെ വിജയമോഹങ്ങൾ കാറ്റിൽ പറന്നു. PSG-ക്ക് 1 ഗോളിന്റെ മുൻതൂക്കം മാത്രമാണ് ഉള്ളതെന്നോർക്കണം. രണ്ടാം പാദം മെയ് 6-ന് അലയൻസ് അരീനയിലാണ്. മത്സരത്തിന്റെ 15-ാം മിനിറ്റ് PSG ഗോൾ മുഖത്ത് ഭയം വിതച്ച് ബയേണിന്റെ ആദ്യ നീക്കം. ലൂയിസ് ഡയാസ് ഫൗൾ ചെയ്യപ്പെട്ടതോടെ റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുക്കാൻ ഹാരി കെയ്ൻ തയ്യാറാണ്. PSG-ക്ക് രക്ഷകനാവാൻ അവരുടെ ഗോൾ കീപ്പറും. എന്നാൽ ആ ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പന്തിനെ വലത്തെ മൂലയിലേക്ക് പായിച്ചുകൊണ്ട് ഹാരി കെയ്ൻ ബയേണിന് ആദ്യ ലീഡ് സമ്മാനിച്ചു. കെയ്നിന്റെ UCL അക്കൗണ്ടിലെ 13ാമത്തെ ഗോളായിരുന്നു അത്. എന്നാൽ 22-ാം മിനിറ്റിൽ ബയേണിന്റെ ലീഡ് വെട്ടിപ്പിടിക്കാൻ ഡെംബലക്ക് മികച്ചൊരവസരം ലഭിച്ചതായിരുന്നു. മുന്നിലുള്ളത് ന്യൂയർ മാത്രമായിരുന്നു. ഒരു കർവിന് ശ്രമിച്ച അയാൾക്ക് തെറ്റി, പന്ത് വെളിയിലേക്ക്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ കരസ്കിലിയുടെ ഗോളെത്തി. ബയേൺ പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മനോഹരമായ കർവ് ഷോട്ടിലൂടെ PSG ആരാധകരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെത്തി. അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. 37-ാം മിനിറ്റ് PSG-ക്ക് അനുകൂലമായി കോർണർ വിധിക്കപ്പെടുന്നു. അളന്നു തൂക്കിയുള്ള ഡെംബലയുടെ കോർണറിന് തലവെച്ച് നെവസ് വലകുലുക്കുന്നു. കളിക്കളത്തിൽ ബയേണിന്റെ വെല്ലുവിളികൾക്ക് മറുപടി നൽകിക്കൊണ്ട് PSG തിരിച്ചടിക്കുകയാണ്. PSG പ്രതിരോധ നിരയുടെ വിടവിലൂടെ അതിവേഗം നുഴഞ്ഞു കയറി. തടയാൻ വന്ന പ്രതിരോധ താരങ്ങളെ നിഷ്പ്രഭമാക്കി പോലീസ് തൊടുത്തുവിട്ട ആ വെടിയുണ്ട കണക്കിയുള്ള ഷോട്ട് ഗോൾ വലയെ ചുംബിച്ചു. ഗാലറിയെ ആവേശത്തിലായെത്തിയ ആ തകർപ്പൻ ഗോളിലൂടെ PSG മത്സരത്തിൽ സമനില പാലിക്കുകയാണ്. അതെ, PSG 2 ബയേൺ 2. ആദ്യ പകുതി അവസാനിക്കാൻ വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി. വലതുവിങ്ങിൽ നിന്ന് ഡെംബലെ ഒരു ക്രോസിന് ശ്രമിക്കുന്നു. എന്നാൽ അത് ഡേവിസ് അൽഫോൺസിന്റെ കൈകളിൽ തട്ടിയാണ് തെറിച്ചത്. അതിനാൽ തന്നെ PSG-ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി വിധിക്കുന്നു. ന്യൂയർ എന്താണ് കരുതിയത് അത് തന്നെയായിരുന്നു ഡെംബലയുടെ തീരുമാനവും. ഡെംബലെ വലത്തെ വശത്തേക്കാണ് ഉന്നം പിടിച്ചത്. ദിശയറിഞ്ഞ് ന്യൂയർ ശ്രമിച്ചതും അതേ വശത്തേക്കായിരുന്നു. പക്ഷേ തടുക്കാൻ അയാൾക്ക് സാധിച്ചില്ലായിരുന്നു. ഇടവേളക്ക് പിരിയുമ്പോൾ 2-നെതിരെ 3 ഗോളുകൾക്ക് എൻട്രിക്കയുടെ കുട്ടികൾ മുന്നിലാണ്. ഇനി ബയേണിന് തിരിച്ചു വരണമെങ്കിൽ ആ സെക്കൻഡ് ഹാഫിൽ നല്ലതുപോലെ പണിയെടുക്കണം. പക്ഷേ പാടാണ്. PSG-യുടെ ഹോം ഗ്രൗണ്ടല്ലേ. 55-ാം മിനിറ്റിൽ കരസ്കേലിയുടെ ഡബിൾ ബാരൽ ന്യൂയറിനെ കാഴ്ചക്കാരനാക്കുന്നു. PSG ആരാധകർ ആവേശത്തോടെ നൃത്തമാടുന്നു. എൻട്രിക്കയുടെ മുഖം തെളിയുന്നു. പാരീസ് പടയുടെ ഗോൾദാഹം അവിടെയും തീരുന്നില്ല. 58-ാം മിനിറ്റിൽ ഡെംബലെ വീണ്ടൊരിക്കൽ കൂടി ബയേൺ ഗോൾ മുഖത്തെ ലക്ഷ്യമാക്കി ഒരു ഷോട്ട് തീർക്കുന്നു. ഗോളായി മാറുന്നു. സ്കോർ ബോർഡിൽ 5-2. എന്നാൽ മത്സരത്തിന്റെ 63-ാം മിനിറ്റ് PSG താരങ്ങളെ കബളിപ്പിച്ച് ലൂയിസ് ഡയസ് പട്ടിയാൻ പോരിനൊരുങ്ങുന്നു. അയാളെ വീത്തുകയല്ലാതെ അപകടം ഒഴിവാകില്ലെന്ന് PSG താരങ്ങൾക്ക് ബോധ്യമായിരുന്നു. അത് പ്രാവർത്തികമാക്കി. റഫറിയുടെ വിസിലുമെത്തി. കിമ്മിച്ചിന്റെ ഫ്രീ കിക്കിൽ ഉപമെക്കാനോ ഗോൾ നേടുന്നു. സ്കോർ ബോർഡിൽ PSG 5 ബയേൺ 3. ബയേൺ മൂണിക്ക് ലൂയിസ് ഡയസിലൂടെ തങ്ങളുടെ 4ാമത്തെ ഗോൾ നേടിയപ്പോഴും പിന്നെയും ബാക്കി കിടപ്പുണ്ടായിരുന്നു 20 മിനിറ്റുകൾ. ഗോളിനായി വീണ്ടും വിയർപ്പൊഴുകിയ ബയേൺ ദൗത്യം പൂർത്തീകരിക്കാതെ ഒരു ഗോളിന്റെ ഡിസ്റ്റൻസിൽ കളം വിടുകയാണ്. ഫുട്ബോൾ ലോകം ഒന്നടങ്കം പറയുന്നു ആബ്സല്യൂട്ട് സിനിമ. 4-നെതിരെ 5 ഗോളുകൾക്ക് സ്വന്തം മണ്ണിൽ PSG വിജയക്കൊടി പാറിക്കുകയാണ്. 40-കാരനായ ന്യൂയർ എന്ന ഗോൾ കീപ്പർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയാണിത്. കാരണം ഈ മത്സരത്തിൽ അയാൾക്ക് എടുത്തു പറയത്തക്ക ഒരു സേവ് പോലും ഇല്ലായിരുന്നു.